ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വ്ളോഗാണ്, അതായത് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. തീ ഓണാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, അത് നമ്മളുടെ ഓരോരുത്തരുടെയും കണക്കനുസരിച്ച് ഇടാം. ഞാനിവിടെ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അരക്കപ്പ് പഞ്ചസാരയും 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും എടുത്ത്, എന്നിട്ട് കസ്റ്റാർഡ് പൗഡർ ഒരു 2 സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ചെറിയ ചൂടുള്ള വെള്ളം, ഈ വെള്ളത്തിന് പകരമായിട്ട് ആ പാലൊന്ന് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതാണേലും ഒഴിച്ചാൽ മതി. എന്നിട്ട് കട്ടയില്ലാണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ആ ചെറിയ ചൂടുള്ള പാലിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒത്തിരി ചൂടുള്ള പാലിൻ്റെ അകത്തോട്ട് ഒഴിക്കരുത്, ചെറിയ ചൂടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ടിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിക്കൊണ്ട് ഇത് അന്നേരത്തേക്കും കുറുകി വരും. പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ആക്കിയ പുഡിംഗ് ഉണ്ടല്ലോ, അത്രയും കുറുകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കുറുകി വന്നതും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. മിനിമം ഒരു 2-3 മണിക്കൂർ തണുപ്പിക്കുക. എന്നിട്ട് കട്ട് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. പൊട്ടി വന്ന് അതിൻ്റെ അകത്തോട്ട് ജീരകം, കറിവേപ്പില ഇട്ട് ഒന്ന് പൊട്ടിക്കുക. കറിവേപ്പില ഇതിപ്പം കഴുകിയിട്ടിട്ടത് കൊണ്ട് ഞാൻ ആ കറിവേപ്പിലയുടെ വെള്ളം പോകാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വെളുത്തുള്ളിയായിരുന്നു, ഒരു 3-4 വലിയ വെളുത്തുള്ളിയായിരുന്നു, അതൊന്ന് 4ആയിട്ട് കീറിയിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു സവോള, 2 പച്ചമുളക് ഇത്രയിട്ട് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കുക. പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ്, കുറച്ച് പട്ടാണിക്കടല. ഇത് ഫ്രോസൺ ആയിരുന്നു, അത് ഞാനൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു 1/2 കപ്പ് ഓറഞ്ച് കളറുള്ള ദാൽ, ഇതാകുമ്പോൾ പെട്ടെന്ന് വേകുന്ന ദാലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇത് വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും സംഭവങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിൽ ഷെയർ ചെയ്ത ഒരു വെജ് കുറുമയുടെ റെസിപ്പി ആട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വെജ് കുറുമ എന്ന് പറയാം, ഇല്ലെങ്കിൽ നമ്മളുടെ വേറൊരു ടൈപ്പ് ബാജിക്കറി, അത്രയേ ഉള്ളൂ. ഇതിപ്പം എല്ലാം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചുമ്മാ തവയും കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. ഇവിടം കൊണ്ട് നമുക്ക് നിർത്താം. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കാഷ്യൂനിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടായിരുന്നു. അതും കൂടെ അരച്ചെടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം, അതായത് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറി കുറച്ചും കൂടെ ഒന്ന് റിച്ചാവും, നല്ല ടേസ്റ്റും വരും. അപ്പം ഇതാണ് ഞാനാക്കിയ വെജ് കുറുമ. കാരണം ഞാനാക്കിയത് എപ്പോഴും വെജ് ആയിട്ടുള്ള 1-2 പേരുണ്ടായിരുന്നു ഇവരുടെ സ്റ്റാഫിൽ, അതുകൊണ്ട് ഞാൻ വെജും കൂടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഗീ റൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലത്, ഇല്ലെന്നാണ് സൺഫ്ലവർ ഓയിൽ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സവാള ഇട്ട് ഒന്ന് വാടിക്കഴിഞ്ഞതും അതിൻ്റെ അകത്തോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ് ഇത്ര ഒന്ന് മൂപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞ് ബേ ലീഫും ഇടുക. ഇത് വറുത്ത കാഷ്യൂനട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇടുന്നത്. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ തന്നെ ഞാൻ ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ, ഇല്ലെന്നാണ് നെയ്ക്കകത്ത് സെപ്പറേറ്റ് വഴറ്റിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുതിർത്തെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് വെള്ളം മാറ്റി എടുക്കുക ചെയ്തത്. ഇതൊന്ന് ആ നെയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് രമ്പയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ബിരിയാണിക്കകത്തിടുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഞാൻ സാജീരകം, അതായത് ബിരിയാണി ജീരകം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ അകത്തിട്ടിട്ടായിട്ട്, ഇല്ലെന്നാണ് ഒരുമാതിരി ജീര റൈസ് പോലെ എല്ലായിടത്തും ജീരകമായിരിക്കും, അതുകൊണ്ട് അത് സെപ്പറേറ്റ് വരാണ്ടിരിക്കാൻ ഇങ്ങനെയാണ് ജീരകം ചേർത്ത് കൊടുത്തത്.
എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുത്താൽ നമ്മളുടെ ഗീ റൈസ്. ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. അടുത്തത് ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാനൊരു 6 സവാള അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് മൂടി വെച്ചു. കാരണം എണ്ണ ഒഴിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വാടി വരും. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ട് വേവിച്ചത്. ഇത്രയും ക്വാണ്ടിറ്റി സവാള ഉള്ളപ്പം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത് കുറച്ചുകൂടെ ഈസി. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു ബ്രൗൺ ആവുന്നത്, ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങുന്നത് വരെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നേരത്തെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. എന്താ അതിൻ്റെ കളർ കുറച്ച് പച്ച കളറായിട്ട് കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. അതായത് ആ ഉള്ളി ശരിക്കും വാടിയ ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്ത്, ബാക്കി കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ച് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വന്നതും അതിൻ്റെ അകത്തോട്ട് തക്കാളി, ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തക്കാളി ഇനി ഉടഞ്ഞു വരുന്ന ആ സമയം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഓൾറെഡി ആക്കുന്ന സാധനങ്ങൾ അവിടെ ആ പരിസരത്ത് മുഴുവനുണ്ട്. അത് ആ ലോങ് ഷോട്ടിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇനി മസാല, ഉപ്പ് എന്നാ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡിയായി. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചെറുതായിട്ട് അതിൻ്റെ പുറമേ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ചെയ്യേണ്ടത്, ഈ നമ്മളാക്കി വെച്ച ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഈ മുട്ടേനെ പൊതിഞ്ഞ് വെക്കണം. പൊതിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ദമ്മാക്കാൻ വെക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ മുട്ടയ്ക്കും അതിൻ്റെ ആ ഒരു മസാല ഇറങ്ങും. അങ്ങനെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. പിന്നെ അടുത്തൊരു പാൻ എടുത്തിട്ട് ഞാൻ ബട്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 വെളുത്തുള്ളി ഒന്ന് മുറിച്ച് അതിൻ്റെ അകത്തിട്ട് ഒന്ന് വാട്ടുക. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ്, ബ്രൊക്കോളി, ക്യാരറ്റ്, മറ്റേത് ഫ്രോസൺ ആയിട്ടുള്ളതാണ്, ഗ്രീൻ പീസും കോണും ഉള്ളത് കേട്ടോ. അതിപ്പോൾ അല്ലാത്തത് അവൈലബിൾ ആണെങ്കിൽ അല്ലാത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ ബട്ടറിൻ്റെ അകത്തൊന്ന് മിക്സായി വരണം. ഇതൊന്ന് മിക്സായതും ഇതിൻ്റെ അകത്തോട്ട് എൻ്റെ കയ്യിലൊരു 3 കളറുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മൾ മൈദയും പാലും എല്ലാം കൂടി ഇട്ടിട്ട് കുക്കിംഗ് ക്രീം ഇല്ലാണ്ട് ചെയ്യൂലേ, അങ്ങനെയുള്ള ഓൾറെഡി എൻ്റെ ഒരു റെസിപ്പി കിടപ്പുണ്ട്. ഇനി വേണമെന്നാണെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതിയേ. എന്നിട്ട് ഞാൻ കുക്കിംഗ് ക്രീം ചേർത്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പകുതി വെജിറ്റബിൾസ് എടുത്ത് മാറ്റി വെച്ചു. പകുതി മാറ്റിയതിൻ്റെ കാരണം ഞാൻ ചിക്കനിലും ചെയ്യുന്നുണ്ട്, വെജിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് പാസ്ത ഇട്ട് കൊടുത്ത് അങ്ങനെ വെജ് പാസ്ത റെഡിയായി. അടുത്ത് ഞാൻ ആ മാറ്റി വെച്ചിട്ടുള്ള വെജ് ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ ചിക്കന് ഉപ്പും കുരുമുളകും കുറച്ച് സോയ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് വന്നല്ലോ, ആ സ്റ്റോക്ക് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചിക്കൻ ഷ്രെഡ് ചെയ്തതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് പാസ്തയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇല്ലെന്നാണെങ്കിൽ ഏത് വെജ് ഏത് നോൺ വെജ് എന്ന് പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ 2 ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ പാസ്ത റെഡിയായി. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഉപ്പും കുരുമുളകും ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കട്ട് ഫ്രൂട്ട്സ്, സാലഡ്സ്, അതുകൂടാണ്ട് ഡ്രിങ്ക്, അതായത് സ്ട്രോബെറി ലെമണേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ഞാൻ ഇന്നൊരു വീഡിയോയിൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാവേ. അതുപോലെ
ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. അങ്ങനെ ആകുമ്പോഴത്തേക്കും വീഡിയോ കൂടുതൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ബാലൻസ് നമുക്ക് വേറെ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.